അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ ക്ലാസുകൾ മുടക്കുകയോ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ കോളേജിനെ അറിയിക്കാതെ കോഴ്സ് മാറ്റുകയോ ചെയ്താൽ നിങ്ങളുടെ സ്റ്റുഡൻറ് വിസ റദ്ദാക്കിയേക്കാം. US മിഷൻ ഇൻ നൈജീരിയയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ എന്താണ് പറഞ്ഞത് നോക്കാം. നിങ്ങൾ പഠനം നിർത്തിയാൽ, ക്ലാസുകൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിനെ അറിയിക്കാതെ പഠന പരിപാടിയിൽ നിന്ന് മാറിയാൽ നിങ്ങളുടെ സ്റ്റുഡൻറ് വിസ റദ്ദാക്കാനും ഭാവിയിൽ US വിസകൾ ലഭിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ വിസയുടെ നിബന്ധനകൾ എപ്പോഴും പാലിക്കുക. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ വിദ്യാർത്ഥി സ്റ്റാറ്റസ് നിലനിർത്തുക. ഇത് US എംബസി നൽകുന്ന പ്രധാന അറിയിപ്പാണ്. നൈജീരിയൻ അതോറിറ്റികൾ US ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. US വിസ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നൈജീരിയൻ ഇമിഗ്രേഷൻ സർവീസസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിസ ഉടമകൾ വിസ അനുവദിച്ചപ്പോഴുള്ള വ്യവസ്ഥകൾ പാലിക്കണം. US അധികൃതർ രാജ്യത്ത് പ്രവേശിച്ച ശേഷം യാത്രക്കാരെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചാൽ നടപടിയെടുക്കാൻ അവർക്ക് കഴിയും. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എല്ലാ വിസ ഉടമകളും വിസ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം. US അധികൃതർ സുരക്ഷാ പരിശോധനകൾ തുടർച്ചയായി നടത്തുന്നു. ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചാൽ വിസ റദ്ദാക്കുകയോ നാട് കടത്തുകയോ ചെയ്യും. US ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് കഷ്ടകാലമാണ്. പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ഭാവിക്ക് ഭീഷണി ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. വിഷയത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ റദ്ദാക്കിയ 327 വിസകളിൽ 50% ഇന്ത്യക്കാരുടേതാണ്. ചൈനീസ് വിദ്യാർത്ഥികളുടെ എണ്ണം വെറും 14% മാത്രമാണ്. ഏകദേശം 4700 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾ 2025 ഏപ്രിൽ മാസത്തോടെ റദ്ദാക്കിയിട്ടുണ്ട്. സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റമാണ് ഇത് ചെയ്തത്. 1400 മുതൽ 1700 വരെ വിദ്യാർത്ഥികൾ നാടുകടത്തൽ ഭീഷണി നേരിടുന്നു എന്നും കണക്കാക്കുന്നുണ്ട്. 2025 മെയ് 27-ന് US എംബസി ഒരു മുന്നറിയിപ്പ് നൽകി. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഭയം ഉണ്ടാക്കി. നിങ്ങൾ പഠനം നിർത്തിയാൽ, ക്ലാസുകൾ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ സ്കൂളിനെ അറിയിക്കാതെ കോഴ്സ് മാറ്റിയാൽ നിങ്ങളുടെ വിസ റദ്ദാക്കാം. ഭാവിയിൽ US വിസ കിട്ടാതിരിക്കാനും ഇത് കാരണമാകും. നിങ്ങളുടെ വിസയുടെ നിയമങ്ങൾ എപ്പോഴും പാലിക്കുക. വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ പദവി നിലനിർത്തുക. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതായിരുന്നു എംബസിയുടെ മുന്നറിയിപ്പ്. US മിഷൻ ഇൻ നൈജീരിയയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തു വന്ന അതേ മുന്നറിയിപ്പ് തന്നെയാണ് ഇത്. ട്രംപിന്റെ ഭരണത്തിൽ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. 2025 ജനുവരി മുതൽ ജൂലൈ വരെ 1703 ഇന്ത്യക്കാരെ നാട് കടത്തി. ബൈഡൻ ഭരണത്തിൽ ഇത് പ്രതിദിനം 3 പേരായിരുന്നത് ട്രംപിന്റെ ഭരണത്തിൽ 8 ഉയർന്നു. AALA റിപ്പോർട്ട് അനുസരിച്ച് 87% ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 34% പേർക്കെതിരെയും ഒരു കേസും ഉണ്ടായിരുന്നില്ല. സ്പീഡിംഗ് ടിക്കറ്റ്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, കോളേജ് പാർട്ടികൾ മദ്യപിക്കുക, കടയിൽ സാധനങ്ങൾ എടുക്കുമ്പോൾ സ്കാൻ ചെയ്യാൻ മറന്നുപോകുക തുടങ്ങിയവയാണ് തെറ്റുകൾ. വിസ റദ്ദാക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി പഠനത്തെ ബാധിക്കും. BBC റിപ്പോർട്ട് അനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ 41% ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകൾ US നിരസിച്ചു. ഇത് വളരെ വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് പലരും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ നിയമം അമേരിക്കൻ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാലോ, പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയാലോ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടാലോ നാട് കടത്തുകയും വിസ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വിദ്യാഭ്യാസം നേടാനും നല്ലൊരു ഭാവിക്കുമായി US വരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ദുരിതമാണ്. നിയമപരമായ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഈ നിലപാട് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നടക്കുന്ന രാജ്യം എന്ന സ്ഥാനത്തിന് തന്നെ ഭീഷണിയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.